ഓക്കെ, നമ്മൾ ഇനി അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2 എന്ന് പറയുമ്പം ശരിക്കും ഡി എഫ് ടിയുടെ നെക്സ്റ്റ് സ്റ്റെപ്പാണ്. നമ്മൾ പഠിച്ചത് ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം ആണ്. ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുമ്പം അതായത് നമ്മൾ പഠിച്ചത് എന്താണ്, നമുക്കൊരു സിഗ്നൽ ഉണ്ടെങ്കിൽ ആ സിഗ്നലിനെ നമ്മൾ ഡിസ്ക്രീറ്റ് സിഗ്നലിനെ കൺസിഡർ ചെയ്യുന്നു. അത് ഫ്രീക്വൻസി ഡൊമൈനിൽ പോകുമ്പം എല്ലാ പോയിന്റ്സും എടുക്കുന്നതിന് പകരം ഫ്രീക്വൻസി സ്പെക്ട്രത്തിനെ തന്നെ നമ്മൾ ഡിസ്ക്രീറ്റൈസ് ചെയ്തിട്ട് അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം കാണുന്ന ഇക്വേഷനാണ് ഡി എഫ് ടി. അപ്പോൾ തിരിച്ച് നമുക്ക് സിഗ്നലിൽ റീകൺസ്ട്രക്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചതാണ് ഐ ഡി എഫ് ടി, അതായത് ഇൻവേഴ്സ് ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, അതിന് നമ്മൾ കൊടുക്കുന്ന നൊട്ടേഷൻ എക്സ് ഓഫ് കെ ആയിരുന്നു ഡി എഫ് ടിക്ക്. സ്മോൾ എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ഐ ഡി എഫ് ടി കണ്ടുപിടിക്കാൻ എക്സ് ഓഫ് കെയുടെ ഇക്വേഷൻ സിഗ്മ എൻ ഈക്വൽ ടു 0 to n-1 എക്സ് ഓഫ് എൻ ഇ റേസ് ടു -j 2π nk/n. അതായത് നമ്മൾ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ട് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഡി എഫ് ടി കാണാൻ നമ്മൾ ഓരോ ഇക്വേഷനെ വെച്ച് ഇ റേസ് ടു വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ ഡി എഫ് ടിയുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരുപാട് സമയം എടുത്തു. ഇപ്പം നമ്മളൊരു 8 പോയിന്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ എടുത്തത്, k = 0 എടുത്തു, k = 1 എടുത്തു, k = 2, അങ്ങനെ ഓരോ വാല്യൂ എടുത്തിട്ടാണ് കണ്ടുപിടിച്ച് പോയത്. അപ്പോൾ അത് മാത്തമാറ്റിക്കലി സോൾവ് ചെയ്യാന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടേഷൻ ഒരുപാട് കൂടുതലാണ്. സോ ഡി എഫ് ടി നോർമൽ ഡയറക്റ്റ് ഇവാലുവേഷൻ ഓഫ് ഡി എഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസിങ് ദി ഇക്വേഷൻ. രണ്ട് രീതിയിൽ നമുക്ക് ഡി എഫ് ടി കാൽക്കുലേറ്റ് ചെയ്യാം. അതിൽ ഒന്നാണ് ഡയറക്റ്റ് ഇവാലുവേഷൻ. ഡയറക്റ്റ് ഇവാലുവേഷൻ ആണ് നമ്മൾ മൊഡ്യൂൾ 1 പഠിച്ചത്. അതായത് യൂസിങ് ദി ഇക്വേഷൻ എക്സ് ഓഫ് എൻ ഇൻറ്റു ഇ റേസ് ടു -j, ആ ഇക്വേഷൻ വെച്ച് നമ്മൾ ഡി എഫ് ടി കണ്ടുപിടിക്കുന്നത്. പക്ഷേ ആ മെത്തേഡ് എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. ഒരുപാട് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരുപാട് സമയമുണ്ട്, കമ്പ്യൂട്ടേഷൻ ഒരുപാട് ആവശ്യം വരും. അപ്പോൾ അത് നമ്മുടെ പ്രോസസ്സിനെ മൊത്തത്തിൽ കോംപ്ലക്സ് ആക്കും. അതുകൊണ്ട് തന്നെ ഡി എഫ് ടിനെ കുറച്ചും കൂടെ ഫാസ്റ്ററായിട്ട് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു അൽഗോരിതമാണ്, പേരാണ് ഫാസ്റ്റ് ഫൊറിയർ ട്രാൻസ്ഫോം. പേര് വെച്ച് മനസ്സിലാക്കരുത്, ഇതൊരു ട്രാൻസ്ഫോം അല്ല, ഇറ്റ് ഈസ് ആക്ച്വലി എൻ അൽഗോരിതം. ഒരു അൽഗോരിതമാണ്. അൽഗോരിതത്തിന് കൊടുത്ത പേരാണ് ഫാസ്റ്റ് ഫൊറിയർ ട്രാൻസ്ഫോം. അതെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാസ്റ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ എന്താ, സ്പീഡപ്പ് ആക്കുക. ഫൊറിയർ ട്രാൻസ്ഫോം ഏത് ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് ചോദിച്ചാൽ ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം. ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അൽഗോരിതത്തിന്റെ പേരാണ് ഫാസ്റ്റ് ഫൊറിയർ ട്രാൻസ്ഫോം. അതൊരു സെപ്പറേറ്റ് ട്രാൻസ്ഫോം അല്ല, പേര് വെച്ച് മനസ്സിലാക്കരുത്. ഡി എഫ് ടി തന്നെയാണ് എഫ് എഫ് ടി, പക്ഷേ ഡി എഫ് ടിനെ കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അൽഗോരിതമാണ് ഫാസ്റ്റ് ഫൊറിയർ ട്രാൻസ്ഫോം. ഈ എഫ് എഫ് ടി ഒക്കെയാണ് നമ്മൾ കൂടുതൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ പല സിഗ്നൽസിനെയൊക്കെ ഫ്രീക്വൻസിയിലൊക്കെ അനലൈസ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഈ എഫ് എഫ് ടി വെച്ചാണ് പ്രോഗ്രാം ചെയ്യുന്നത്. അന്നേരം ഈ ഫാസ്റ്റ് ഫോർ, കാരണം അതാകുമ്പോൾ നമ്മൾ പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഔട്ട്പുട്ടുകൾ കിട്ടണം. എന്ന് പറഞ്ഞാൽ കൂടുതൽ എക്സിക്യൂഷൻ ടൈം വരാൻ പാടില്ല. അപ്പം കമ്പ്യൂട്ടേഷൻ കുറയ്ക്കണമെങ്കിൽ എന്താ, കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിട്ടുള്ള ഒരു അൽഗോരിതം വേണ്ടി. അപ്പം ശരിക്കും ഡി എഫ് ടി തന്നെയാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്, പക്ഷെ വേറൊരു മെത്തേഡ്, വേറൊരു അൽഗോരിതം വെച്ച്. ആ അൽഗോരിതത്തിന് കൊടുത്തേക്കുന്ന പേരാണ് ഫാസ്റ്റ് ഫൊറിയർ ട്രാൻസ്ഫോം. ഇത് കണ്ടുപിടിച്ച ആളുടെ പേരാണ് കൂളി-ടുക്കി. ചിലപ്പോൾ പരീക്ഷയ്ക്ക് റൈറ്റ് അബൌട്ട് കൂളി-ടുക്കി അൽഗോരിതം എന്ന് പറഞ്ഞാലും മനസ്സിലാക്കണം, ഇറ്റ് ഇസ് എഫ് എഫ് ടി. ഇറ്റ് ഇസ് നെയിംഡ് ആഫ്റ്റർ കൂളി-ടുക്കി എന്ന് പറയുന്നത് കണ്ടുപിടിച്ച രണ്ടുപേരുടെ പേരാണ് കൂളി ആൻഡ് ടുക്കി. So it is a highly efficient procedure for computing the DFT of a finite series and requires It is a highly efficient procedure for computing the DFT of a finite series and requires less number of computation than that of direct evaluation of DFT. ഡയറക്റ്റ് ഇവാലുവേഷൻ ഓഫ് ഡി എഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ, നമ്മളിപ്പോൾ യൂസ് ചെയ്ത ഇക്വേഷൻ, അതായത് നമ്മൾ പഠിച്ച ഇക്വേഷൻ ഏതാണ്, എക്സ് ഓഫ് എൻ ഈക്വൽ ടു എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ, ആ ഇക്വേഷനെയാണ് ഡയറക്റ്റ് ഇവാലുവേഷൻ ഓഫ് ഡി എഫ് ടി എന്ന് പറയുന്നത്. അതിനേക്കാൾ നല്ലത് എന്താണ്, ഈ എഫ് എഫ് ടി വെച്ച് ചെയ്യുന്ന, അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അൽഗോരിതമാണ് എഫ് എഫ് ടി. സോ ഇറ്റ് ഈസ് എ ഹൈലി എഫിഷ്യൻറ്റ് പ്രൊസീജിയർ ഫോർ കമ്പ്യൂട്ടിംഗ് ദ ഡി എഫ് ടി ഓഫ് എ ഫൈനൈറ്റ് സീരീസ് ആൻഡ് ഇറ്റ് റിക്വയർസ് ലെസ് നമ്പർ ഓഫ് കമ്പ്യൂട്ടേഷൻ. എന്തുകൊണ്ടാണ് എഫ് എഫ് ടിയിലേക്ക് പോകുന്നതെന്ന് ചോദിക്കുന്നതിൻ്റെ റീസൺ ആണ്, എഫ് എഫ് ടി ആണെങ്കിൽ എഫ് എഫ് ടി കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ലെസ് കമ്പ്യൂട്ടേഷൻ മതി ദാൻ യൂസിങ് ഡയറക്റ്റ് ഇവാലുവേഷൻ ഓഫ് ഡി എഫ് ടി. അതാണ് ഉദ്ദേശിച്ചത്. ഇനി അടുത്തത്, അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഡി എഫ് ടി, അതായത് നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻ വെച്ച് ചെയ്ത് കിട്ടുന്ന അതേ ആൻസർ തന്നെയായിരിക്കും എഫ് എഫ് ടി വെച്ചും ചെയ്യുന്നത്. അപ്പോൾ ഡി എഫ് ടിയിൽ നമ്മൾ എന്താ കണ്ടുപിടിച്ചത്, എക്സ് ഓഫ് കെ അല്ലേ കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞ പോലെ എഫ് എഫ് ടി വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്, ഡി എഫ് ടിയുടെ കോഎഫിഷ്യൻസ് ആണ്.
DFTയുടെ കോഎഫിഷ്യൻസ് ആണ് നമ്മൾ എക്സ് ഓഫ് കെ, അതായത് എക്സ് ഓഫ് വൺ, ക്യാപിറ്റൽ എക്സ് ഓഫ് വൺ, ക്യാപിറ്റൽ എക്സ് ഓഫ് ടു എന്നെല്ലാം പറയുന്നത് എന്താണ്? DFTയുടെ കോഎഫിഷ്യൻസ് ആണ്. സോ ഇവിടെ നമ്മുടെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തമുള്ള ഒരു സീക്വൻസ് ഉണ്ടെങ്കിൽ ഈ അൽഗോരിതത്തിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ 8 ഇൻപുട്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ പല പല സീക്വൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പം ബേസിക്കലി ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡീകമ്പോസിങ് ആൻഡ് ബ്രേക്കിംഗ് ദ ട്രാൻസ്ഫോം ഇൻറ്റു സ്മോളർ ട്രാൻസ്ഫോം ആൻഡ് കമ്പൈനിങ് ദം. അതായത് ഈ 8 പോയിന്റ്, അതായത് 8 പോയിന്റ് DFT എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട് വരുമ്പം എക്സ് ഓഫ് കെയുടെ വാല്യൂ 0 തൊട്ട് 7 വരെ വരും. അതായത് എക്സ് ഓഫ് 0, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 2 എക്സെട്ര അപ് ടു എക്സ് ഓഫ് 7 വരെ കണ്ടുപിടിക്കേണ്ട ഒരു ആൻസർ ആണെങ്കിൽ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ വെച്ച് ചെയ്യാം. പക്ഷെ FFT വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ 8 പോയിന്റിനെ പല പല സ്മോൾ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്നിട്ട് അതിന് മൊത്തം കമ്പൈൻ ചെയ്യും. അപ്പൊ അതൊരു പ്രത്യേക അൽഗോരിതം വെച്ചാണ് ചെയ്യുന്നത്. അതാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ച ഒരു ടേം ആണ് ട്വിഡിൽ ഫാക്ടർ. ട്വിഡിൽ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫൈൻ ചെയ്യുന്നത്, ട്വിഡിൽ ഫാക്ടർ ഇസ് ഡിഫൈൻഡ് as WN equal to e raised to minus j 2 pi by n. കാരണം നമ്മൾ പഠിച്ച ഇക്വേഷനകത്ത്, അതായത് DFTയുടെ ഇക്വേഷനകത്ത് എക്സ് ഓഫ് എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ 2 pi by n എന്നുണ്ട്. അതിന് നമ്മൾ കൊടുക്കുന്ന ഒരു ടേം ആണ് WN. അപ്പൊ ഈ FFT ചെയ്യുമ്പോൾ എല്ലാം നമ്മൾ ഇ റേസ് ടു മൈനസ് ജെ 2 pi by n എന്നൊരു ടേമിന് പകരം അവിടെ എല്ലാം നമ്മൾ എന്തായിട്ട് റീപ്ലേസ് ചെയ്യും? WN ആയിട്ട് റീപ്ലേസ് ചെയ്യും. അപ്പൊ WNNK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്? WN എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് ജെ 2 pi by n. അപ്പൊ NK വരുമ്പോൾ അതിന്റെ കൂടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ അല്ലേ വരുന്നത്. അപ്പൊ ഇതൊരു ടേം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് W40 ആണെന്ന് വിചാരിച്ചു. W40 എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ Nന്റെ വാല്യൂ 4ഉം ഈ NKയുടെ വാല്യൂ 0യും ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വരും? ഇ റേസ് ടു മൈനസ് ജെ 2 pi by n. Nന്റെ സ്ഥാനത്ത് എന്ത് വരും? 4 വരും ഇൻറ്റു 0, ദാറ്റ് ഇസ് ഇ റേസ് ടു 0 എന്ന് പറയുന്നത് എന്താവും? 1 ആവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? W40 ഈക്വൽ ടു 1. ഇത് എന്തിനാ ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ആ അൽഗോരിതം വരുമ്പോൾ നമുക്ക് ഇതെല്ലാം ആവശ്യം വരും. അപ്പൊ അതിന്റെ ഒരു പ്രിലിമിനറി എന്നുള്ള രീതിയിലാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ഇനി W41 എന്നാണെങ്കിൽ ഇതിന്റെ മീനിങ് ഇൻറ്റു 1. അപ്പൊ എന്താവും? ഇ റേസ് ടു മൈനസ് ജെ 2 pi by 4 ഇൻറ്റു 1 ആവും. സോ ദാറ്റ് ബിക്കംസ് കോസ് പൈ ബൈ 2 മൈനസ് ജെ സൈൻ പൈ ബൈ 2. അപ്പൊ ആൻസർ എന്ത് വരും? മൈനസ് ജെ. അതായത് ഇവിടെ എല്ലാം നമ്മൾ ഒരു ട്വിഡിൽ ഫാക്ടർ വെച്ചാണ്, അതായത് ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് ഇ റേസ് ടു, നമ്മുടെ DFTയുടെ ഇക്വേഷൻ എന്താണ്? എക്സ് ഓഫ് എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ 2 pi NK by n ആണ്. ആ ഇ റേസ് ടു മൈനസ് ജെ 2 pi NK by n പകരം നമ്മൾ എന്തുമായിട്ട് റെപ്രസെന്റ് ചെയ്യും? WN വെച്ച് റെപ്രസെന്റ് ചെയ്യും. മനസ്സിലായോ? നമ്മുടെ DFTയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സിഗ്മ n ഈക്വൽ ടു 0 to n minus 1 എക്സ് ഓഫ് എൻ ഇൻറ്റു എന്തോ നിങ്ങൾ പഠിച്ചത്? എക്സ് ഓഫ് എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ 2 pi NK by n. ഇങ്ങനെയല്ലേ നിങ്ങൾ പഠിച്ചു? 2 pi NK ഡിവൈഡഡ് ബൈ n. ഇതായിരുന്നല്ലോ നമ്മുടെ ഇക്വേഷൻ. എന്നിട്ട് ഇവിടെ എന്തായിരുന്നു? സിഗ്മ n സ്മോൾ n ഈക്വൽ ടു 0 to ക്യാപിറ്റൽ n മൈനസ് 1. ഇത് എന്തിന്റെ ഇക്വേഷൻ ആയിരുന്നു? DFTയുടെ ഇക്വേഷൻ, ക്യാപിറ്റൽ എക്സ് ഓഫ് കെ. ഇതാണ് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ച ഇക്വേഷൻ. അതായത് കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ, DFTയുടെ ഇക്വേഷൻ എന്താണ്? എക്സ് ഓഫ് കെ ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 0 to n minus 1 എക്സ് ഓഫ് എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ 2 pi NK by n. അപ്പൊ ഈ ഡയറക്റ്റ് ഇവാലുവേഷൻ ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കമ്പ്യൂട്ടേഷൻ ആവശ്യമുള്ളതുകൊണ്ട് ഇതേ ഇക്വേഷനെ അല്ലെങ്കിൽ ഇതേ DFTനെ തന്നെ വേറെ അൽഗോരിതം വെച്ച് ചെയ്യുന്നതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതാണ് FFT. അപ്പൊ അവിടെ എവിടെയൊക്കെ ഇ റേസ് ടു മൈനസ് ജെ 2 pi by n എന്ന് പറഞ്ഞ ടേം ഉണ്ടോ അതെല്ലാം നമ്മൾ എന്തായിട്ട് റീപ്ലേസ് ചെയ്യും? WN ആയിട്ട് റീപ്ലേസ് ചെയ്യും. അപ്പൊ ഈ ഇക്വേഷൻ എന്തായി മാറി? therefore ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? ദിസ് ക്യാൻ ബി റീപ്ലേസ്ഡ് ആസ് എന്തെന്ന് എഴുതാം? W ക്യാപിറ്റൽ N സ്മോൾ n k. മനസ്സിലായോ? അതാണ് ഞാൻ ഇവിടെ കാണിച്ചത്. അപ്പൊ ഈ ഒരു ടേമിന് പകരം നമുക്ക് എന്ത് എഴുതാം? WNNK എന്നായി. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായി? എക്സ് ഓഫ് കെ എന്ന് പറയുന്നത് സിഗ്മ n ഈക്വൽ ടു 0 to n minus 1 എക്സ് ഓഫ് എൻ ഇൻറ്റു ഇതിന് പകരം എന്ത് എഴുതാം? WNNK. വേറെ WN എന്ന് പറയുന്നത് എന്താണ്? ഇ റേസ് ടു മൈനസ് ജെ 2 pi by n. അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യമേ ഈ ടേം അങ്ങ് കണ്ടുപിടിച്ചിട്ടാണ് ഇതിന് കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി ഈ NKനെ നമ്മൾ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തേക്കണാണ് ഇവിടെ കാണിച്ചേക്കണേ, W40. അപ്പൊ കണ്ട ഈ NKക്ക് പകരം 0 കൊടുത്തപ്പോൾ ഇ റേസ് ടു 0. ഇത് നമ്മൾ പറയുന്നത് അടുത്ത ഇതിൽ ആവശ്യം വരുന്നതാണ്. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്നത് എന്തുകൊണ്ട്, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കുറച്ചും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാണ്.
അതായത് ആസ് ഐ സെഡ് earlier, ഡയറക്റ്റ് ഇവാലുവേഷൻ ഓഫ് DFT എന്ന് പറഞ്ഞാൽ യൂസിങ് ദ ഫോർമുല എക്സ് ഓഫ് കെ ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 0 to n minus 1 എക്സ് ഓഫ് എൻ ഇ റേസ് ടു മൈനസ് ജെ 2 pi NK ബൈ. ഇപ്പൊ ഈ പഠിപ്പിക്കുന്നതൊക്കെ എന്തിന് FFT പോകുന്നു, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് FFT ഓവർ DFT, അങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യേണ്ടതാണ് ഞാനിപ്പോൾ പറഞ്ഞിരുന്നത്. ഒന്ന് ഞാൻ പറഞ്ഞു കമ്പ്യൂട്ടേഷൻ കുറവാണ്, അത് നമ്മൾ പറഞ്ഞാൽ പോരാ, നമ്മളത് പ്രൂവ് ചെയ്ത് എങ്ങനെയാണെന്ന് കാണിക്കണം. അതാണ് ഞാൻ പറയുന്നത്. ഈ എന്താ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ DFT ഇക്വേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എക്സ് ഓഫ് കെ, അതായത് എക്സ് ഓഫ് കെ മൊത്തം കണ്ടുപിടിക്കണമെങ്കിൽ വി റിക്വയർ n സ്ക്വയർ കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷനും n ഇൻറ്റു n-1 കോംപ്ലക്സ് അഡീഷനുമാണ്. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം, ഒരു എക്സാമ്പിൾ എടുക്കാം. സപ്പോസ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ N ഈക്വൽ ടു 4 ആണ്. എന്നിട്ട് നമ്മൾ k ഈക്വൽ ടു 1 ഒരു കേസ് മാത്രം എടുക്കുന്നു. അപ്പോൾ എന്താവും, ക്യാപിറ്റൽ എക്സ് ഓഫ് 1 ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 0 to n-1. n-1 എന്ന് പറഞ്ഞാൽ എന്താ, 4 - 1 എന്താവും, 3 ആവും. എക്സ് ഓഫ് n ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ 2 pi ഇൻറ്റു n. കെയുടെ വാല്യൂ 1 ആയതുകൊണ്ട് n ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ നമുക്ക് എന്ത് വരും, സിഗ്മ n ഈക്വൽ ടു 0 to 3 എക്സ് ഓഫ് എൻ ഇ റേസ് ടു മൈനസ്, ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് എന്ത് വരും, 4ഉം ക്യാൻസൽ ആകുമ്പോൾ ഇ റേസ് ടു മൈനസ് ജെ പൈ n ബൈ 2. അപ്പോൾ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തൊരും, എക്സ് ഓഫ് 0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ പൈ ഇൻറ്റു 0 ബൈ 2 എക്സ് ഓഫ് 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ പൈ ഇൻറ്റു 1 ബൈ 2 പ്ലസ് എക്സ് ഓഫ് 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ പൈ ഇൻറ്റു 2 ബൈ 2 പ്ലസ് എക്സ് ഓഫ് 3 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ പൈ ഇൻറ്റു 3 ബൈ 3. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നോക്കുക. നമുക്കിവിടെ n ഈക്വൽ ടു 4 ആണ്. n ഈക്വൽ ടു 4 ഉള്ള കേസിൽ ഒരു വാല്യൂ ഓഫ് കെ എടുക്കുന്നു. ഒരു വാല്യൂ ഓഫ് കെ, അതാണ് ഹിയർ ഫോർ വൺ വാല്യൂ ഓഫ് കെ. വൺ വാല്യൂ ഓഫ് കെ എന്ന് പറഞ്ഞാൽ ശരിക്കും കെയുടെ വാല്യൂ ഏതൊക്കെ നമ്മൾ എടുക്കണം, 0 to n-1 ആണ്. അതായത് 0 കണ്ടുപിടിക്കണം, 1 കണ്ടുപിടിക്കണം, 2 കണ്ടുപിടിക്കണം, 3 കണ്ടുപിടിക്കണം. ഇവിടെ ഞാൻ ഒരൊറ്റ കേസ് മാത്രം എടുക്കുകയാണ്, കെയുടെ വാല്യൂ 1. ഈ കെയുടെ വാല്യൂ 1 മാത്രം കണ്ടുപിടിക്കണമെങ്കിൽ തന്നെ നമുക്ക് എത്ര മൾട്ടിപ്ലിക്കേഷൻസ് ഉണ്ട്, നമ്മളെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു ഇ റേസ് ടു മൈനസ് ജെ ആണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താ, കോംപ്ലക്സ് വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, കാരണം എക്സ് ഓഫ് 0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ആണ്. അപ്പോൾ ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ, അടുത്ത് ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ, അടുത്ത് ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ, അടുത്ത് ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ മൊത്തം നമുക്ക് എത്ര മൾട്ടിപ്ലിക്കേഷൻസ് ആണ് ഉള്ളത്, കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻ 1 2 3 4. അതായത് ഒരു വാല്യൂ ഓഫ് കെ കാണാൻ തന്നെ നമുക്ക് 4 കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻ വേണ്ടി വന്നു. ഇനി എത്ര അഡീഷൻ വേണ്ടി വന്നു, ഇതൊരു അഡീഷൻ, അടുത്തത് ഇതൊരു അഡീഷൻ, അടുത്ത ഇതൊരു അഡീഷൻ. അപ്പോൾ എത്ര വന്നു, 1 2 3. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വാല്യൂ ഓഫ് കെ കമ്പ്യൂട്ട് ചെയ്യാൻ ഇവിടെ തന്നെ നോക്കിയേ, എന്നിന്റെ വാല്യൂ എത്രയാണ്, 4. അപ്പോൾ n കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻ വന്നില്ലേ ഒരു വാല്യൂ ഓഫ് കെ. അതുപോലെ തന്നെ 3 എന്ന് പറഞ്ഞാൽ എന്താ, n-1 അല്ലേ, n-1 എന്ന് പറഞ്ഞാലല്ലേ 3. അതാണ് ഞാനിവിടെ പറഞ്ഞത്, ഒരു വാല്യൂ ഓഫ് കെ കണ്ടുപിടിക്കണമെങ്കിൽ തന്നെ നമുക്ക് എന്ത് വേണം, n കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷനും n-1 കോംപ്ലക്സ് അഡീഷനും വേണം. ശരിക്കും നമ്മൾ ഒരു കെ കണ്ടുപിടിക്കാൻ DFT കാണാൻ നമ്മൾ ഒരു കെ ആണോ കണ്ടുപിടിക്കുന്നത്, അല്ല, 0 to n-1 വരെയാണ്. എന്ന് പറഞ്ഞാൽ എത്ര വാല്യൂസ് ഉണ്ട്, n വാല്യൂസ് ഇല്ലേ. അപ്പം മൊത്തം ഈ ഒരു വാല്യൂ, അതായത് എക്സ് ഓഫ് n ഈക്വൽ ടു 4 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എത്ര വേണ്ടി വരും, അതാണ് ഈ പറയുന്നത് n സ്ക്വയർ. n സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ കേസിൽ എന്താവും, 4 into 4 അല്ലേ വരുന്നത്. 4 into 4 എന്ന് പറയുമ്പോൾ 16. അതുപോലെ 4 into 3 എന്ന് പറയുമ്പോൾ എന്താ, അപ്പം അതാണ് പറയുന്നത്, ഒരു DFT, അതായത് നമുക്കൊരു n പോയിന്റ് DFT കാണണമെങ്കിൽ എത്ര കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻ വേണം, n സ്ക്വയർ മൾട്ടിപ്ലിക്കേഷനും എത്ര അഡീഷൻ വേണം, n ഇൻറ്റു n-1 അഡീഷനും വേണം. ഇതാണ് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കോംപ്ലക്സ് DFTയിലേക്ക് പോകുമ്പോൾ കമ്പ്യൂട്ടേഷൻ കൂടുതലാണ്. എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു n പോയിന്റ് DFT കാണണമെങ്കിൽ നമുക്ക് n സ്ക്വയർ കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷനും ഉണ്ടാവും, n ഇൻറ്റു n-1 കോംപ്ലക്സ് അഡീഷനും കാണും. ഇതെന്ന് പറയുന്നത് ഒരുപാട് സമയം എടുക്കും കമ്പ്യൂട്ട് ചെയ്യാൻ. അതിന് പകരം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന FFTയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. FFT കമ്പ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, അത് അനലൈസിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ്, കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് n/2 log n to the base 2ഉം കോംപ്ലക്സ് അഡീഷൻ എന്ന് പറയുന്നത് n log n to the base 2 ആണ്. എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വളരെ കുറവാണ്. അത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് വരുമ്പോൾ ഇത് മെത്തേഡിൽ അങ്ങനെയാണ് വരുന്നത്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. DFT ചെയ്യുന്നേക്കാൾ കൂടുതൽ കുറവ് ഏതിലാണ്, FFT വെച്ച് ചെയ്യുമ്പോൾ കുറവാണ്. അതായത് നേരത്തെ കേസിൽ n സ്ക്വയറിന് പകരം നേരത്തെ DFT വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ വാല്യൂ എത്രയായിരുന്നു, n സ്ക്വയർ ആണ്. അത് FFT വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ n/2 log n to the base 2 ആവുന്നുള്ളൂ.
അതുപോലെ തന്നെ ഡി എഫ് ടി വെച്ച് ചെയ്യുമ്പോൾ വാല്യൂ n ഇൻറ്റു n മൈനസ് 1 ആണെങ്കിൽ അതിന് പകരം n log n ടു ദ ബേസ് 2 ആണ്. ഇത് നമ്മൾ മാത്തമാറ്റിക്കലി ചെയ്യുമ്പോൾ നമുക്ക് കാണാം. ഒരു പ്രോബ്ലം വെച്ച് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് മനസ്സിലാക്കും എത്ര കുറവ് കമ്പ്യൂട്ടേഷൻ പവർ മതി ഈ FFT വെച്ച് കാണിക്കാൻ. ഇതാണ് മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് FFT ഓവർ DFT. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? കൺസിഡർ ദിസ് കേസ്. Find the number of complex multiplication and addition involved in the calculation of 1024 DFT using direct computation and radix 2 FFT algorithm. ഈ radix 2 FFT algorithm എന്താന്ന് ഞാൻ പറയാമേ. radix 2 FFT എന്ന് പറയുന്നത് അത് ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം എന്താന്ന് ഇപ്പൊ പറയാം. അതിപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണേന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു DFT വെച്ച് അതായത് ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് കമ്പ്യൂട്ടേഷൻ വേണം, FFT വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് കമ്പ്യൂട്ടേഷൻ മതി എന്നാണ്. അതിപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് കാണിക്കുകയാണ്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ കൊടുത്തേക്കണേ n, ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എന്നിന്റെ വാല്യൂ എത്രയായിരുന്നു? വെറും 4 ആയിരുന്നു. ഇവിടെ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1024 ആണ്. അപ്പൊ എന്നിന്റെ വാല്യൂ എന്താണ്? 1024. അപ്പൊ ഞാൻ പറഞ്ഞ ഇക്വേഷൻ അനുസരിച്ച് നമ്പർ ഓഫ് കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? n സ്ക്വയർ. n സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വരും? ഡയറക്റ്റ് ഇവാലുവേഷനിൽ n സ്ക്വയർ എന്ന് പറയുമ്പോൾ 1024 സ്ക്വയർ വരും. എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു വലിയ വാല്യൂ വരും. ഇനി എത്ര അഡീഷൻ വരും? n ഇൻറ്റു n മൈനസ് 1. n ഇൻറ്റു n മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്നിന്റെ വാല്യൂ 1024ഉം n മൈനസ് 1 എന്ന് പറയുന്നത് എന്താ? 1024 മൈനസ് 1. അപ്പൊ നമുക്ക് ഈ ഒരു ആൻസർ വരും. ഇനി ഞാൻ പറഞ്ഞ FFT വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന മൾട്ടിപ്ലിക്കേഷൻ്റെ ഇക്വേഷൻ എന്താണ് പറഞ്ഞത്? n/2 log n ടു ദ ബേസ് 2 ആണ്. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 5120 മാത്രമാണ്. അതേസമയം ഇവിടെ നോക്കിക്കേ, ഇവിടെ എത്ര ആൻസറാണ് വരുന്നത്? അതായത് 1 2 3 4 5 6 7 ഇത്രയും വലിയൊരു ഡിജിറ്റ് ആണ്. അപ്പം ഇതെന്ന് പറയുന്നത് ഇത്രയും വലിയ കോമ്പ്യൂട്ടേഷൻ വേണം ഏത്? ഡയറക്റ്റ് മെത്തേഡ്. അതേസമയം നമ്മൾ FFT വെച്ച് ചെയ്യുമ്പം ഇതേ n പോയിന്റ് DFT നമുക്ക് ചെയ്യാൻ എത്രയേ ആവശ്യമുള്ളൂ? 5120 ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ അഡീഷൻ നോക്കുമ്പോൾ നോക്കിയാൽ ഇവിടെ ഇത്രയും വലിയൊരു നമ്പർ ആണ് വേണ്ടത് ഏത്? DFT വെച്ച് ചെയ്യുമ്പോൾ. അതേസമയം FFT വെച്ച് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ഇക്വേഷൻ? എന്താണ്? n log n ടു ദ ബേസ് 2 ആണ്. അതായത് ഇത്രയും ആവശ്യമുള്ളൂ. അതായത് 1200 അതായത് 10240 അഡീഷൻസേ ആവശ്യമുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം DFT വെച്ച് ചെയ്യുന്ന ഡയറക്റ്റ് ഇവാലുവേഷൻ ഓഫ് DFT വെച്ച് ചെയ്യുന്നത് ഒരുപാട് കമ്പ്യൂട്ടേഷൻ ആവശ്യമാണ് വെൻ കമ്പയർഡ് ടു റാഡിക്സ് യൂസിങ് FFT. ഇപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇപ്പൊ നമ്മൾ പറഞ്ഞ അനുസരിച്ച് നമുക്ക് മനസ്സിലായി DFT വെച്ച് ചെയ്യുന്നേക്കാൾ കമ്പ്യൂട്ടേഷൻ വളരെ കുറവാണ് FFT. ഇനി പറയുന്ന അല്ലാതെ എന്താണ് FFT, എങ്ങനെയാ ചെയ്യുന്നതെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഈ FFT ചെയ്യുന്നതിന്റെ മെയിൻ എങ്ങനെയാണ് FFT കമ്പ്യൂട്ട് ചെയ്യുന്നത്, അതായത് കമ്പ്യൂട്ട് ചെയ്യുന്നതിൽ ആ അൽഗോരിതത്തിന്റെ ബേസ് എന്ന് പറയുന്നത് ഈ രണ്ട് പ്രോപ്പർട്ടീസ് ബേസ് ചെയ്തതാണ്. FFT is an algorithm which is used to compute the DFT. അപ്പോൾ എപ്പോഴും ഓർത്തോണം, FFT വേറൊരു ട്രാൻസ്ഫോം അല്ല. ഇറ്റ് ഈസ് എ ഫാസ്റ്റ് കമ്പ്യൂട്ടിംഗ് അൽഗോരിതം വിച്ച് ഇസ് ബീൻ യൂസ്ഡ് ടു കമ്പ്യൂട്ട് DFT കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു ഫാസ്റ്റ് അൽഗോരിതം മാത്രമാണ്, അല്ലാണ്ട് വേറൊരു ട്രാൻസ്ഫോം അല്ല. ഇറ്റ് ഈസ് DFT ഇറ്റ്സെൽഫ്. പക്ഷെ കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നു. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ദാറ്റ് മെയിൻലി യൂസസ് ദ സിമെട്രി ആൻഡ് പീരിയോഡിസിറ്റി പ്രോപ്പർട്ടീസ് ഓഫ് ട്യൂഡിൽ ഫാക്ടർ. ഇത് ട്യൂഡിൽ ഫാക്ടറിന്റെ സിമെട്രി പ്രോപ്പർട്ടിയും പീരിയോഡിസിറ്റി പ്രോപ്പർട്ടിയാണ്. സിമെട്രി എന്ന് പറയുമ്പോൾ എന്താ? ഒന്ന് പകുതി കണ്ടുപിടിച്ചാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അടുത്തത്. അതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം സിമെട്രിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നിന്റെ നേരെ, അത് തന്നെ രണ്ടും അപ്പുറത്തും ഇപ്പുറത്ത് സെയിം. ഇപ്പൊ ഇവിടുത്തെ സിമെട്രി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ WNK + n/2 is equal to -WNK എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് മൊത്തമുള്ള ലെങ്ത് സീക്വൻസ് n ആണെന്ന് വിചാരിച്ചു. അതിന്റെ കൃത്യം പകുതി എന്ന് പറയുന്നത് എന്താ? n/2. അപ്പൊ ഒരു പകുതിന്റെ നേരെ റിവേഴ്സൽ ആയിരിക്കും അടുത്ത പകുതി. അതാണ് ഈ പ്രോപ്പർട്ടി പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കമ്പ്യൂട്ടേഷൻ കുറയ്ക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മൊത്തം കമ്പ്യൂട്ട് ചെയ്യുന്നതിന് പകരം കുറച്ച് പകുതി എടുത്ത് ചെയ്തു പോകുന്നു. ആ ഒരു കൺസെപ്റ്റ് ആണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. അപ്പം സിമെട്രി പ്രോപ്പർട്ടി ഓഫ് ട്യൂഡിൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ WNK + n/2 = WNK എന്ന് പറഞ്ഞാൽ പകുതി കണ്ടുപിടിച്ചാൽ തന്നെ അതിന്റെ അടുത്ത പകുതി എന്ന് പറയുന്നത് അതിന്റെ നേരെ റിവേഴ്സലായിരിക്കും. പിന്നെ പീരിയോഡിസിറ്റി പറയുന്നതെന്ന് പറഞ്ഞാൽ WNK + n എന്ന് പറഞ്ഞാൽ ഒരു പീരിയോഡിക് ആണെങ്കിൽ അപ്പൊ അതിന്റെ n ലെങ്ത് കണ്ടുപിടിച്ചാൽ മതി. പിന്നെ അങ്ങോട്ടുള്ള n+ ഏത് വന്നാലും എന്ത് തന്നെയായിരിക്കും? ആ വാല്യൂ തന്നെയായിരിക്കും. അതാണ് WNK + n = WNK എന്ന് പറഞ്ഞാൽ
ഇപ്പം നമുക്കറിയാം എൻ ലെങ്ത്തിന്റെ അറിയാമെങ്കിൽ കെ പ്ലസ് എൻ വന്നാലും ആ എന്നിന്റെ തന്നെയായിരിക്കും. അതാണ് പീരിയോഡിസിറ്റി പ്രോപ്പർട്ടി. ഇതെല്ലാം യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ട്യൂഡിൽ ഫാക്ടറിന്റെ പീരിയോഡ് ഈ രണ്ട് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് FFT അൽഗോരിതം കമ്പ്യൂട്ട് ചെയ്തേക്കുന്നത്. വൺ ഇസ് ദ സിമെട്രി പ്രോപ്പർട്ടി വിച്ച് ഇസ് WN(k+n/2) ഈക്വൽ ടു -WNK യും WNK + n ഈക്വൽ ടു WNK എന്ന് പറഞ്ഞാൽ എൻ ലെങ്ത് പീരിയോഡിക് ആയിട്ടുള്ളതാണ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ അതിന്റെ അടുത്ത K+n എന്ന് പറയുന്നതും സെയിം ആയിരിക്കും, റിപ്പീറ്റ് ആവും. അതുപോലെ തന്നെ കൃത്യം പകുതി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അടുത്ത പകുതി എന്ന് പറയുന്നത് അതിന്റെ നേരെ റിവേഴ്സൽ ആയിട്ടായിരിക്കും വരുന്നത്. ഇതാണ് ഈ പ്രോപ്പർട്ടി മീൻ ചെയ്യുന്നത്. ഇനി ഇതിനെ ബേസ് ചെയ്ത് ഈ FFT അൽഗോരിതത്തിനെ ബേസ് ചെയ്ത് ദർ ആർ മെയിൻലി 2 ടൈപ്സ് ഓഫ് അൽഗോരിതം. അപ്പൊ നമ്മുടെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ള ഈ രണ്ട് അൽഗോരിതമാണ്. ഒന്ന് ഡെസിമേഷൻ ഇൻ ടൈം അൽഗോരിതവും അടുത്തത് ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി അൽഗോരിതവും. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കേണ്ട രണ്ട് അൽഗോരിതം. വൺ ഇസ് ഡെസിമേഷൻ ഇൻ ടൈം, ദാറ്റ് ഇസ് നോൺ എസ് DIT. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഡെസിമേഷൻ ഇൻ ടൈം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ മാത്രം ഷോർട്ട് ഫോം ആയിട്ടും ചോദിക്കാം DIT. ഇത് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കണം, പരീക്ഷയ്ക്ക് ഒരു ലെറ്ററിന്റെ വ്യത്യാസമേ ഉള്ളൂ, പക്ഷെ രണ്ട് അൽഗോരിതമാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചില്ലെങ്കിൽ മെത്തേഡ് മാറിപ്പോയിഞ്ഞാൽ ഒരു മാർക്കും കിട്ടില്ല. അപ്പൊ ശ്രദ്ധിച്ചോളം. ഫസ്റ്റ് വൺ ഇസ് ഡെസിമേഷൻ ഇൻ ടൈം, ദാറ്റ് ഇസ് DIT. അടുത്തതെന്ന് പറഞ്ഞാൽ ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി വിച്ച് ഇസ് DIF. ഇതാണ് ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി. അടുത്തത് ആദ്യത്തെ ഡെസിമേഷൻ ഇൻ ടൈമും അടുത്തത് ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി. ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസിക്ക് നമ്മൾ പറയുന്നതാണ് DIF. സോ ഈ FFT അൽഗോരിതം ആണ് നമ്മൾ പഠിക്കുന്നത്. ഈ FFTയിൽ തന്നെ യു ക്യാൻ ക്ലാസിഫൈ ഇൻ ടു 2 ടൈപ്സ്. വൺ ഇസ് ഡെസിമേഷൻ ഇൻ ടൈം വിച്ച് ഇസ് DIT. അടുത്തത് ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി, ദാറ്റ് ഇസ് DIF. ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രമേ DIT കുറിച്ച് കൊടുക്കുന്നുള്ളൂ. നാളെയാണ് എങ്ങനെയാണ് ഈ അൽഗോരിതം വർക്ക് ചെയ്യുന്നതും എങ്ങനെയാണ് ഒരു FFT യൂസിങ് DIT ചെയ്യുന്നതും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ തരുന്നുള്ളൂ. സോ DIT അൽഗോരിതം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സീക്വൻസിനെ we are going to divide the sequence into smaller sequence and the DFT of these subsequences are combined in a certain pattern to obtain the DFT. അതായത് ഉള്ള സീക്വൻസിനെ സ്മോളർ സീക്വൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ഓരോ സീക്വൻസും സെപ്പറേറ്റ് ആയിട്ട് കമ്പ്യൂട്ട് ചെയ്തിട്ട് എന്നിട്ട് അതിനെ കമ്പൈൻ ചെയ്ത് ചെയ്യുന്നു. അതാണ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന മെത്തേഡ്, ദാറ്റ് ഇസ് ഡെസിമേഷൻ ഇൻ ടൈം. ടൈം സീക്വൻസ്, അതായത് ടൈം ആയിരിക്കും, അതായത് നമുക്ക് X(n) ആയിരിക്കും കൊടുത്തേക്കുന്നത്, X(k) അല്ല, X(n) പോലെയുള്ള ടൈമിലുള്ള സീക്വൻസ് ആയിരിക്കും തന്നിരിക്കുന്നത്. ഈ ടൈമിലുള്ള സീക്വൻസിനെ നമ്മൾ സബ് സീക്വൻസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പൊ ഇൻ എഫക്റ്റ് എന്താണ് കണ്ടുപിടിക്കുന്നത്? DFT തന്നെയാണ്. അപ്പൊ നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? X(k) ആയിരിക്കും. നമ്മുടെ ഇൻപുട്ട് X(n), ഇത്ര ലെങ്ത് ഉള്ള ഒരു സീക്വൻസ്. അതിനെ നമ്മൾ പല പല സീക്വൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, എന്നിട്ട് അത് ഓരോന്നും കമ്പ്യൂട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് ഫൈനൽ DFT കാണുന്നു. ഇതാണ് ജനറൽ ഒരു ലോജിക്. പക്ഷെ അത് ചെയ്യുന്ന ഒരു പ്രത്യേക മെത്തേഡ് വെച്ചാണ്. അപ്പൊ അതിൽ ആദ്യത്തെ ഇതാണ് റാഡിക്സ് 2 DIT FFT. അപ്പൊ നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. വാട്ട് ഇസ് റാഡിക്സ് 2 DIT FFT? ഇനി നമ്മൾ പറയാൻ പോകുന്ന റാഡിക്സ് 2 DIT FFT അൽഗോരിതം. റാഡിക്സ് 2 എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നാണ് പറയാൻ പോകുന്നത്. DIT സ്റ്റാൻഡ്സ് ഫോർ ഡെസിമേഷൻ ഇൻ ടൈമും FFT എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഫൊറിയർ ട്രാൻസ്ഫോം. ഓക്കെ, അപ്പൊ റാഡിക്സ് 2 DIT FFT അൽഗോരിതം. It is called radix 2 DIT FFT because the number of output points n can be expressed as a power of 2. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത്, നമുക്ക് ക്വസ്റ്റ്യനിൽ എല്ലാം തരുന്നത് ഔട്ട്പുട്ട് പവർ ഓഫ് 2. പവർ ഓഫ് 2 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? 2 വരാം. പിന്നെ അടുത്ത് 2⁻1 എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് 2. അടുത്ത എന്താണ്? 2⁻2 എന്ന് പറഞ്ഞാൽ 4, 2⁻3 എന്ന് പറഞ്ഞാൽ 8, 2⁻4 എന്ന് പറഞ്ഞാൽ 16. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാക്സിമം 8 പോയിന്റ് വരെ ഉള്ളതേ ഉള്ളൂ. അതായത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, നമുക്ക് ഔട്ട്പുട്ട് കണ്ടുപിടിക്കുന്ന n എന്ന് പറയുന്നത്, അതായത് 7ഓ 6ഓ അങ്ങനെയുള്ളതൊന്നും അല്ല. അങ്ങനെയുള്ളതിന് പറ്റത്തില്ല. നമ്മളിവിടെ കണ്ടുപിടിക്കുന്ന റാഡിക്സ് 2, അത് മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളൂ. നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പല ടൈപ്പ് ഉണ്ടെങ്കിലും നമ്മുടെ സിലബസിൽ നമുക്ക് റാഡിക്സ് 2 മാത്രം പഠിച്ചാൽ മതി, വേറെ റാഡിക്സിന്റെ ഒന്നും പഠിക്കണ്ട. റാഡിക്സ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഔട്ട്പുട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എ പവർ ഓഫ് 2. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താ? ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന 8 പോയിന്റ് DFT. 8 പോയിന്റ് DFT എന്ന് പറഞ്ഞാൽ അവിടെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര വാല്യൂസ് കാണും? 8 എണ്ണം കാണും. അതാണ് അതിന്റെ മീനിങ്.
4 പോയിന്റ് ഡി എഫ് ടി എന്ന് പറഞ്ഞാൽ 4 എണ്ണം ആയിരിക്കും ഔട്ട്പുട്ട് പോയിന്റ്സ്. സോ 2 പോയിന്റ് ഡി എഫ് ടി എന്ന് പറഞ്ഞാൽ 2 എണ്ണമേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാം അങ്ങനെ പവർ ഓഫ് 2 വരുന്ന ഔട്ട്പുട്ട്സ് ഉള്ളത് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഒരു 6ഓ 7ഓ 9ഓ അങ്ങനെയുള്ള വാല്യൂസ് 5ഓ അങ്ങനെയുള്ള ഡി എഫ് ടി ഒന്നും നമ്മൾ കണ്ടുപിടിക്കുന്നില്ല. So it is known as radix 2 DIT എന്ന് പറഞ്ഞാൽ since the output points can be expressed as a power of 2. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒന്നെങ്കിൽ 2 പോയിന്റ് അല്ലെങ്കിൽ 4 പോയിന്റ് അല്ലെങ്കിൽ 8 പോയിന്റ് ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ അത് ആക്കി ചെയ്യുന്നു. അപ്പോൾ എല്ലാം നമ്മൾ ആ രീതിയിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഒരു രീതിയിലാണ്. So that is why it is known as radix 2 DIT FFT algorithm because the number of output points can be expressed as a power of 2. അതായത് ഇപ്പൊ ദാറ്റ് ഇസ് n ക്യാപിറ്റൽ N ഇസ് ഈക്വൽ ടു 2 റേസ് ടു n. ഇപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 8 പോയിന്റ് ആണ്. 8 പോയിന്റ് എന്ന് പറയുന്നത് 8 ആണ് ഔട്ട്പുട്ട് പോയിന്റ്സ്. അതിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെ എഴുതാം? 2 റേസ് ടു 3 എന്ന് പറയുന്നതാണ് 8. സോ നമുക്ക് പവർ ഓഫ് 2 വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഔട്ട്പുട്ട് പോയിന്റ്സ് ആണ്. അതായത് ആണെങ്കിൽ ദാറ്റ് ഇസ് നോൺ എസ് റാഡിക്സ് 2 DIT FFT. ഇനി ഇതില് ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ബട്ടർഫ്ലൈ ഡയഗ്രാം ആണ്. ഇതിനെ ഒരു ബട്ടർഫ്ലൈ ഡയഗ്രാം വെച്ചാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഞാനൊരു സിമ്പിൾ ആയിട്ട് ഒരു ബട്ടർഫ്ലൈ ഡയഗ്രാം ആണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ഓക്കെ, അത് ആദ്യം എന്ന് പറഞ്ഞാൽ 2 പോയിന്റ് DIT FFT ബട്ടർഫ്ലൈ ഡയഗ്രാം. 2 പോയിന്റ് എന്ന് പറഞ്ഞാൽ 2 പോയിന്റ്. 2 പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താ? ഔട്ട്പുട്ടിൽ 2 വാല്യൂസ് വരും. അങ്ങനെയുള്ള ഒരു ബട്ടർഫ്ലൈ എന്ന് പറയാൻ കാരണം ഇത് കണ്ട് ഇങ്ങനെ ഒരു 2 ക്രോസ് ഉണ്ട്. ഇത് കാണുമ്പോൾ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലാണ് വരുന്നത്. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഡയഗ്രാം. ഈ പടം പഠിച്ചിട്ട് ഇതിനെ കമ്പൈൻ ചെയ്താണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ ഞാനിവിടെ പറയുന്ന A എന്ന് പറയുന്ന ഒരു വാല്യൂ, B എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അത് കമ്പ്യൂട്ട് ചെയ്യുന്ന ഇതാണ് ബട്ടർഫ്ലൈ അൽഗോരിതം. ഒരു 2 പോയിന്റ് കാണണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് A പിന്നെ ഇവിടെ ബിയുടെ കൂടെ WNK എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ തന്നെ W എന്ന് പറഞ്ഞാൽ e⁻ -j2π/n into k. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ട്വിഡിൽ ഫാക്ടർ. WN എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു WN ഈക്വൽ ടു എന്താണ്? WN ഈക്വൽ ടു e⁻j2π/n അല്ലേ? അപ്പൊ ഇവിടെ ഇതാണ് WN. അപ്പൊ ആ n ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറും. ഇപ്പൊ ഇവിടെ നമ്മുടെ എന്നിന്റെ വാല്യൂ 2 ആണെങ്കിൽ ഇവിടെ എന്തായി മാറും? ഈ എന്നിന്റെ അവിടെ 2 എന്നായി മാറും. ഓക്കെ, ഇൻറ്റു കെ. കെയുടെ വാല്യൂ ഓരോന്നനുസരിച്ച് മാറും. അപ്പൊ കെയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാ ചെയ്യുന്നതെന്ന്. സോ ഈ ഡയഗ്രാം മറന്നു പോകരുത്. ഇതിൽ നമ്മൾ 2 പോയിന്റ്സ് എടുക്കുവാണെങ്കിൽ 2 രീതിയിൽ ആരോ ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇതാണ്, ദിസ് ഇസ് A. അപ്പൊ ആദ്യത്തെ വാല്യൂ അങ്ങനെ തന്നെ എഴുതുക. ഇങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. പ്രൊബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇത് ആദ്യം മനസ്സിലാക്കി വെക്കണം. ഫസ്റ്റ് വാല്യൂ A അതേപടി എഴുതുക. അടുത്ത മേളിലേക്ക് ഫസ്റ്റ് വാല്യൂ ഈ ആരോ എന്ന് പറയുന്നത് +A + B ഇൻറ്റു WNK. ഇതാണ് ഫസ്റ്റ് വാല്യൂ. ഫസ്റ്റ് വാല്യൂ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. അടുത്ത രണ്ട് പോയിന്റ്സ് ആണെങ്കിൽ 2 വര ഇങ്ങനെ വരച്ചു. അത് കഴിഞ്ഞിട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്ത രണ്ടാമത്തെ ലൈനിൽ ഇവിടെയാണ് WNK +B ഇൻറ്റു WNK. ഇനി അടുത്ത വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നത് A. അതാണ് ഇവിടെ A ആയിട്ട് എഴുതിയേക്കണത്. അടുത്തത് മൈനസ്, താഴോട്ട് വരുമ്പോൾ മൈനസ് എന്ന് ചിന്തിക്കുക. സോ ദാറ്റ് ഇസ് A - B ഇൻറ്റു WNK. ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ വേറെ രീതിയിൽ എഴുതുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേളിലേക്ക് വരുമ്പം A + B WNK, താഴോട്ട് വരുമ്പം A - B. അപ്പൊ ഈ -B എഴുതാൻ മറന്നുപോയാൽ ഇവിടെ നമ്മളല്ലേ എഴുതണം -1. സോ ഇതിന്റെ മീനിങ് എന്താണ്? -1 ഇൻറ്റു BNK എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഒന്നെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. സോ ഇതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ബട്ടർഫ്ലൈ ഡയഗ്രാം, അതായത് ബേസിക് ആയിട്ടുള്ള ഒരു DIT ബട്ടർഫ്ലൈ ഡയഗ്രാം ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ കമ്പൈൻ ചെയ്ത് പോകുന്നതാണ് ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് ചെയ്യുന്നത്. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് 2 പോയിന്റ് ഉണ്ട്. ഒന്ന് Aയും അടുത്ത വാല്യൂ Bയും. എങ്ങനെ വരയ്ക്കുന്നത്? 2 പോയിന്റ് ആണെങ്കിൽ ആദ്യം 2 വര വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെ 2 വര വരച്ചു. ഇനി ഈ ബിയുടെ കൂടെ എപ്പോഴും ഉള്ള ഒരു ടേം ആണ് WNK. ഇത് ഇതിന്റെ കൂടെയുള്ള ഒരു ടേം ആണ്. ഇനി അടുത്ത പോയിന്റ് എടുക്കേണ്ട ഒന്ന് ഇവിടെ വരും, അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയും വരും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ ആദ്യത്തെ വാല്യൂ എയുടെ വാല്യൂ ഇവിടെ എഴുതി A. അടുത്ത എടുക്കുന്ന ഇവിടുന്ന് ഒരു വാല്യൂ എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നു. സോ ദിസ് ഇസ് 1 ആരോ ആൻഡ് ദിസ് ഇസ് അനദർ വാല്യൂ. അപ്പൊ മേളിലേക്ക് പോകുമ്പോൾ പ്ലസ്, താഴിലേക്ക് പോകുമ്പോൾ മൈനസ്, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. സോ ദാറ്റ് ഇസ് A
പ്ലസ്, കാരണം മേളിലേക്കല്ലേ പോയെ, എ പ്ലസ് ബി ഇൻറ്റു പിന്നെ ഇവിടെ എന്താണ് ഡബ്ല്യു എൻ കെ. ഇതാണ് ഫസ്റ്റ് വാല്യൂ. ഒരു 2 പോയിന്റിന്റെ ഫസ്റ്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്നാണ് ഈ പറയുന്നത്. അത് നമുക്കൊരു ക്വസ്റ്റ്യൻ പറയാണ്, കാൽക്കുലേറ്റ് ദ 2 പോയിന്റ് വാല്യൂ ഓഫ് ഒരു 2 സീക്വൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ആ 2 വാല്യൂ ഇവിടെ എഴുതി, അതിന്റെ ഫസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നതാണ് എ പ്ലസ് ബി ഇൻറ്റു ഡബ്ല്യു എൻ കെ. അടുത്ത വാല്യൂ എങ്ങനെയാണ് കണ്ടത്, താഴോട്ട് ആകുമ്പോൾ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ആരോ, അടുത്ത ആരോ ഇത്, ദാറ്റ് ഈസ് ഈ വാല്യൂ ഇങ്ങനെ തന്നെ എഴുതി എ. അല്ലെങ്കിൽ ഓർക്കുക മൈനസ് ഇവിടെ എടുക്കണം. അങ്ങനെ ഓർക്കാൻ മറന്നുവാണെങ്കിൽ ഇവിടെ -1 ഇട്ട് കൊടുക്കാം. -1 ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ, -1 ഇൻറ്റു ഇത് ഒരുമിച്ചാണ് എപ്പോഴും നിൽക്കുന്നത്. അപ്പൊ എന്തോരും, -1 ഇൻറ്റു ഇതെന്ന് പറയുമ്പോൾ എന്തോരും എ -1 ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ മൈനസ് അല്ലേ വരും, അതാണ് -1 ഇൻറ്റു ഡബ്ല്യു എൻ കെ. സോ ദിസ് ഇസ് ദ അനദർ വൺ, WNK. അപ്പം ഒന്നെങ്കിൽ അങ്ങനെ ചിന്തിക്കുക, അല്ലെങ്കിൽ ഓർക്കുക മേളിലേക്ക് പോകുമ്പോൾ പ്ലസ്, താഴിലേക്ക് പോകുമ്പോൾ മൈനസ്. മേളിൽ എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്, മേളിൽ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എയും ബിയും ഉണ്ടെങ്കിൽ, എയും ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എ, രണ്ടാമത്തെ ടേം എന്താണ്, രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് ബി ഇൻറ്റു ഡബ്ല്യു എൻ കെ. അപ്പം മേളിലേക്ക് പോകുമ്പം എ പ്ലസ് ബി ഇൻറ്റു ഡബ്ല്യു എൻ കെ, താഴേക്ക് വരുമ്പം എ മൈനസ് ബി ഇൻറ്റു ഡബ്ല്യു എൻ കെ. ഇതാണ് ബേസിക് ബട്ടർഫ്ലൈ ഡയഗ്രം. ഈ പടം മറന്നു പോകരുത്. ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നാളെ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ 2 പോയിന്റ്സ് ഉണ്ടെങ്കിൽ ആദ്യം 2 ലൈൻ വരയ്ക്കുക, എന്നിട്ട് ഫസ്റ്റ് വാല്യൂ അതേപടി എഴുതുക, അതാണ് എ പ്ലസ്, പിന്നെ രണ്ടാമത്തെ വാല്യൂ എന്താണ് ബി ഇൻറ്റു ഡബ്ല്യു എൻ കെ. അപ്പം മേളിലേക്ക് പോകുമ്പോൾ 2 ആരോ ഇട്ട് കൊടുക്കുക, എ പ്ലസ് ബി ഇൻറ്റു ഡബ്ല്യു എൻ കെ. ഇനി താഴേക്ക് വരുമ്പോഴോ, ഇങ്ങോട്ട് വരുമ്പോൾ എ, താഴോട്ട് വരുന്നത് എന്താ എ മൈനസ് ബി ഇൻറ്റു ഡബ്ല്യു എൻ കെ. ഇതാണ് ബേസിക് ബട്ടർഫ്ലൈ ഡയഗ്രാം. ക്ലിയർ ആയോ? അപ്പൊ ഇന്നത്തെ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻ, അതായത് ഹെഡിങ് കൊടുക്കണം, മൊഡ്യൂൾ 2 ഹെഡിങ് ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് കൊടുത്തിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ നിങ്ങൾ ചുമ്മാ എന്റെ വീഡിയോ കേട്ടാൽ മതി. പക്ഷെ നമുക്ക് അത്യാവശ്യമുള്ള, ഇത് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച ക്വസ്റ്റൻ ആണ്, ഫൈൻഡ് ദ നമ്പർ ഓഫ് കോംപ്ലെക്സ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് അഡീഷൻ ഇൻവോൾവ് ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് 1024 DFT യൂസിങ് ഡയറക്ട് കമ്പ്യൂട്ടേഷൻ ആൻഡ് റാഡിക്സ് ടു FFT അൽഗോരിതം. എന്നിട്ട് ഇതേ സ്റ്റെപ്പ് എഴുതി വെക്കുക. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പൊ ഈ നമ്പർ മാറ്റിയിട്ടായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇവിടെ ഇപ്പൊ 1024 ചിലപ്പോൾ 256 ആവും. പക്ഷെ എപ്പോഴും ഓർത്തോണം, ഈ വാല്യൂ എന്ന് പറയുന്ന എല്ലാം എന്തായിരിക്കും, പവർ ഓഫ് 2 ഉള്ളതേ ചോദിക്കത്തുള്ളൂ. കാരണം നമുക്ക് ഇവിടെ പഠിക്കുന്ന റാഡിക്സ് 2 ആണ്. അപ്പൊ ഈ വരുന്ന വാല്യൂസ് എല്ലാം ആ ഒരു രീതിയിലുള്ളത്, ഒന്നെങ്കിൽ 256, 102, അതായത് 2 raised to പവറിൽ വരുന്ന ഒരു DFT വാല്യൂ ആയിരിക്കും കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഡയറക്റ്റ് ഇവാലുവേഷൻ വെച്ച്, അപ്പൊ ഈ 2 ഓർത്തിരിക്കണം, ഡയറക്റ്റ് വെച്ച് n², മറ്റേത് വെച്ച് എന്താണ് n ഇൻറ്റു n മൈനസ് 1. അത് കഴിഞ്ഞിട്ട് കോംപ്ലെക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താവും, n/2 log n, അടുത്തത് n log n. എന്നിട്ട് ഇത്ര എഴുതുക. ഇത്ര എഴുതി കഴിഞ്ഞിട്ട് എഴുതണം D80 FFT എന്ന് പറയുന്നത് എന്താ, 2 അൽഗോരിതം ഉണ്ട്. 2 അൽഗോരിതം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏതൊക്കെയാണ് ആ അൽഗോരിതം, ഒന്ന് D80 ആണെന്ന് എഴുതണം, അടുത്ത DAF ആണെന്ന് എഴുതണം. അത്ര എഴുതിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏതാണ്ട് ഈ പടവും കൂടെ വരച്ചു വെക്കണം. ബേസിക് ഇത് ഇവിടെ നിന്നുണ്ട്, റാഡിക്സ് ടു D80 FFT ഇത് എഴുതണം. ഇത് എഴുതിയിട്ട് ഇത്ര എഴുതി പിന്നെ എന്ത് എഴുതണം, അതാണ്ട് ഈ ഡയഗ്രാം വരച്ചു വെക്കണം. എ പ്ലസ് ബി ഇൻറ്റു WNK പ്ലസ് എ മൈനസ് ബി ഇൻറ്റു WNK. മനസ്സിലായി? ഈ ബേസിക് ആയിട്ടുള്ള ഈ ഡയഗ്രാം വരച്ചു വെച്ചാലേ നാളെ പഠിപ്പിക്കുമ്പോൾ ക്ലിയർ ആവത്തുള്ളൂ. മനസ്സിലായോ എല്ലാവർക്കും? നാളെ തുടങ്ങുമ്പോൾ, പ്രോബ്ലം ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മളിവിടെ ഇൻപുട്ട് സീക്വൻസ് ഉണ്ടെങ്കിൽ അതിനെ റിവേഴ്സ് ചെയ്യും. റിവേഴ്സ് ചെയ്യുന്ന എന്താണെന്നും കൂടെ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സ് ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം 8 പോയിന്റ് വരെ പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ. അപ്പോൾ എക്സ് ഓഫ് സീറോന്റെ ബൈനറി എന്താണ്, 0 0 0 ആണ്. അതിന്റെ റിവേഴ്സ് ചെയ്താലും എന്താണ്, 0 0. അതാണ് എക്സ് ഓഫ് സീറോ എന്ന് എഴുതിയാണ്. ഇനി എക്സ് ഓഫ് വൺ എന്ന് പറഞ്ഞാൽ എന്താ, 0 0 1. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. പക്ഷെ അതിന് മുമ്പ് ഞാനിത് പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 0 0 1. അപ്പൊ എന്തൊരു 1 0 0 എന്ന് പറഞ്ഞാൽ എന്താ, എന്തിന്റെ ബൈനറിയാണ്, എക്സ് ഓഫ് 4 ആണ്. അപ്പൊ എക്സ് ഓഫ് 2 എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 1 0. 0 1 0യുടെ റിവേഴ്സൽ ഓപ്പറേഷൻ എന്തായിരിക്കും, 0 1 0 തന്നെ. ഇനി എക്സ് ഓഫ് 3 എന്ന് പറയുന്നത് എന്താ, 0 1 1. അപ്പൊ അതിനെ തിരിച്ചിടുമ്പോൾ എന്താവും, 1 1 0. അതെന്താവും, എക്സ് ഓഫ് 6 ആവും. എക്സ് ഓഫ് 4 എന്ന് പറയുന്നത് എന്താണ്, 1 0 0. അടുത്ത എന്താണ്, 0 0 1. അപ്പൊ അങ്ങനെ നമുക്ക് 7 എണ്ണവും നമ്മളിങ്ങനെ തിരിച്ചെഴുതും. ഈ ഒരു സീക്വൻസ് ഓർത്തിരിക്കണം. അതായത് നമുക്ക് D80 ചെയ്യുന്നതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ക്വസ്റ്റ്യനിൽ ഇൻപുട്ടുകൾ എക്സ് ഓഫ് 0 തൊട്ട് 7 വരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ആദ്യമേ റിവേഴ്സ് ഓർഡറിലായിരിക്കും എഴുതുന്നത്.
അത് നാളെ ചെയ്യുമ്പോൾ മനസ്സിലാവും. എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാണ്. 0 1 2 3 4 5 6 7 പകരം നമ്മൾ എഴുതാൻ പോകുന്നത് ഇതിന്റെ റിവേഴ്സ് ഓർഡറിലായിരിക്കും. അതായത് 0 4 2 6 1 5 3 7. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് ഒരു പ്രോബ്ലം വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്ന ഒരു ജസ്റ്റ് ഒരു കൺസെപ്ച്വൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യനകത്ത് 8.DAT ആണ് കാണണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഡെസിമേഷൻ ഇൻ ടൈം എന്ന് പറഞ്ഞാൽ സ്മോളർ സീക്വൻസ് ആയിട്ട് കണ്ടുപിടിക്കും. ഇപ്പൊ നമ്മളൊരു 2.DFTയുടെ ഒരു കാണിച്ചില്ലേ, ഒരു ബട്ടർഫ്ലൈ ഡയഗ്രാം. അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 8 പോയിന്റ് കാണാൻ നമ്മൾ ആദ്യം ഓരോ 2 പോയിന്റ് കണ്ടുപിടിക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് 0 1 2 3 4 5 6 7 പകരം നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇതിനെ റിവേഴ്സ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നു. റിവേഴ്സ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ട് ഓരോ 2 പോയിന്റ് സെപ്പറേറ്റ് കണ്ടുപിടിക്കും. ഇത് കണ്ടുപിടിച്ചിട്ട് ഇതിന്റെ ഔട്ട്പുട്ട് എല്ലാം കൂടെ ജോയിൻ ചെയ്ത് ഒരു 4 പോയിന്റ് കണ്ടുപിടിക്കും. ഇവിടത്തെ ഈ രണ്ടെണ്ണം കൂടെ ജോയിൻ ചെയ്തിട്ട് ഒരു 4 പോയിന്റ് കണ്ടുപിടിക്കും. എന്നിട്ട് ഇതിന്റെ ഔട്ട്പുട്ടുകൾ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് 8 പോയിന്റ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? x of 0, x of 1, x of 2, x of 3, x of 4, x of 5, x of 6, x of 7. ഇതാണ് ഒരു നട്ട്ഷെൽ. ഇത്രയും ഇപ്പൊ ഇന്ന് മനസ്സിലാക്കി വെക്കുക. നാളെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇതാണ് എങ്ങനെയാണ് ഒരു 8.DAT FFT കണ്ടുപിടിക്കുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡെസിമേഷൻ ഇൻ ടൈം എന്ന് പറയുമ്പോൾ സ്മോളർ സീക്വൻസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം നമ്മൾ തുടങ്ങുന്നത് ഏറ്റവും സ്മോൾ എന്ന് പറയുന്നത് 8ന്റെ ഏറ്റവും ചെറിയ സ്മോൾ സീക്വൻസ് ആണ് 2. അപ്പോൾ ഓരോ രണ്ടെണ്ണത്തിന്റെ 2 പോയിന്റ് കണ്ടുപിടിക്കും. ഈ 2 പോയിന്റ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് 2 പോയിന്റ് കമ്പൈൻ ചെയ്ത് ഒരു 4 പോയിന്റും ഇവിടെ ഒരു 4 പോയിന്റ് കമ്പ്യൂട്ട് ചെയ്യും. എന്നിട്ട് ഈ 2 4 പോയിന്റും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് 8 പോയിന്റ്. അപ്പൊ ഇവിടെ എല്ലാം ഈ 2.DFT കമ്പ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഏതാണ്? ഞാൻ ഈ പറഞ്ഞ ഈ ബട്ടർഫ്ലൈ ഡയഗ്രാം ആണ്. അതായത് ഓരോ 2 പോയിന്റ് എടുത്ത് ഇത് വെച്ച് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കും. ഈ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ആ കിട്ടുന്ന ഔട്ട്പുട്ട് ഒരു ആൻസർ കിട്ടുമല്ലോ, അതിനെ എടുത്ത് അതിലേക്ക് കമ്പ്യൂട്ട് ചെയ്താണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നാളെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ലെങ്തി പ്രോബ്ലം ആണ്. മാക്സിമം പറ്റുന്ന എല്ലാവരും ലൈവായിട്ട് വരിക. അതിന്റെ കൂടെ തന്നെ ഞാൻ ഇത് റെക്കോർഡും ചെയ്ത് തരുന്നുണ്ട്. കാരണം 2 രീതിയിലുണ്ടെങ്കിൽ ഇത് നാളെ മനസ്സിലാവുള്ളൂ. നാളെ ഞാൻ പഠിപ്പിക്കുന്ന പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഈ മൊഡ്യൂൾ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും. കാരണം ഇത് മാത്രമേ ഉള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് 10 മാർക്കിന് ചോദിക്കുന്നത്. അപ്പം ഇത് നമ്മൾ ചെയ്ത് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. നാളെ ഞാൻ ഈ മെത്തേഡും പറ്റുമെങ്കിൽ കൂടെ തന്നെ ചെയ്തു പോകാൻ നമുക്ക് നോക്കാം. അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ. എന്നിട്ട് ബാക്കി നിങ്ങൾ ചെയ്ത് പഠിക്കണം. അപ്പം നട്ട്ഷെല്ല് നാളെ നമ്മൾ പഠിക്കാൻ പോകുന്ന 8.DAT FFTയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 8 പോയിന്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം 2 പോയിന്റ് കണ്ടുപിടിക്കും, 2 പോയിന്റ് കണ്ടുപിടിക്കും. എന്നിട്ട് ഈ 2 പോയിന്റ് ഔട്ട്പുട്ട് എടുത്ത് 4 പോയിന്റിലേക്ക് കൊടുക്കും. എന്നിട്ട് ഈ 4 പോയിന്റ് കണ്ടുപിടിച്ചിട്ട് ആ 4 പോയിന്റ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് 8 പോയിന്റ് ചെയ്യും. ഇതാണ് നാളെ നമ്മൾ ചെയ്യാൻ പോകുന്ന ക്ലാസ്. നാളത്തെ ക്ലാസ് ആരും മിസ് ചെയ്യരുത്. കറക്റ്റ് ആയിട്ട് മാക്സിമം ഓൺലൈൻ വരാൻ പറ്റുന്ന എല്ലാവരും നാളെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ.